ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റംസാൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. മറ്റൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ നല്ല പൊങ്ങി വരുന്ന നമ്മൾ എത്ര മണിക്കൂർ ചുട്ടു വെച്ചാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് അളന്ന് എടുത്ത് വയ്ക്കാം. അളവിനായിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ ഗോതമ്പ് പൊടി അളക്കുന്ന സെയിം കപ്പിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2.5 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ 1 സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് തിളപ്പിക്കുക. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ആ ഫ്ലെയിം ഒന്ന് സിം ആക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്കെടുക്കാം. അപ്പം ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കറക്റ്റ് പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതൊന്ന് ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമ്മൾ കൈ തൊടാനുള്ളൊരു ചൂടേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെറിയ ബോൾസാക്കി ഇത് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലായിട്ട് ചപ്പാത്തി പരത്തുന്നതുപോലെ പരത്തിയെടുക്കാം. അപ്പം ചപ്പാത്തി പരത്തുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ തന്നെ പരത്താൻ ശ്രദ്ധിക്കുക. നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് പരത്താതെ ഒറ്റ സൈഡിൽ തന്നെ ഇതേപോലെ പരത്തിയെടുക്കുക. ഇപ്പോൾ ചപ്പാത്തി എല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ കല്ലിലിട്ട് ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് പരത്തി വെച്ച ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ ഒരു സൈഡ് കുക്കായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മുകൾ ഭാഗമൊക്കെ നല്ല ബബിൾസൊക്കെ വന്ന് തുടങ്ങും. നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ലതുപോലെ ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ നല്ല ചപ്പാത്തി നല്ല പൊങ്ങി വരും. ഇനി നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേണ്ടവർക്ക് വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ചപ്പാത്തിയും ഇതേപോലെ ചുട്ടെടുക്കാം.
അപ്പോൾ ഞാൻ ദാ ഇവിടെ ചപ്പാത്തികളെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുവിട്ടിട്ട് അതൊന്ന് പൊട്ടിക്കാം. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ആ ഉലുവയും ചേർത്തതിന് ശേഷം സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വരണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. ഇതാ ഇത്രയൊന്ന് വരന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ കുക്കായിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയും അതേപോലെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.